നന്ദന ഓഫീസിലെ കാര്യങ്ങളൊന്നും ഉദയേട്ടനോട് പറയാറില്ലേ? ഡെയിലി നോട്ട്സ് തരാറില്ല. അത്യാവശ്യം തോന്നുന്ന വിവരങ്ങൾ പറയും. ഞാനാണെങ്കിൽ ഓഫീസിൽ നടക്കുന്ന A-Z കാര്യങ്ങൾ അന്നന്ന് ഉദയേട്ടനെ അറിയിക്കാറുണ്ട്. യതീന്ദ്രൻ അത് കേൾക്കാൻ താല്പര്യം കാണും. താല്പര്യമില്ലെങ്കിലും പറയണം. അതൊരു ഭാര്യയുടെ കടമയാ. പിന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഓഫീസിലെ എല്ലാ വിശേഷങ്ങളും എന്റെ ഭർത്താവിനോട് പറയാം. കാരണം എനിക്ക് ഉദയേട്ടനെ നിന്ന് ഒളിച്ചു വെക്കാൻ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ലല്ലോ. പേഴ്സിൽ കനമുള്ളവർക്ക് വഴിയിൽ പേടിച്ചാ മതി. ഉദയേട്ടന് കേൾക്കണോ? ഞങ്ങൾ എല്ലാ ദിവസവും ഒരേ ഓഫീസിലേക്കാണല്ലോ പോകുന്നതും വരുന്നതും. എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ, നന്ദനെ നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാം, 2 പേർക്കുമായിട്ട് എന്തിനാ 2 വണ്ടി, ഒരു കാർ മതിയല്ലോ എന്നൊക്കെ. ആര് കേൾക്കാൻ? ഒന്നുകിൽ രാവിലെ ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നന്ദന റെഡിയായി സ്ഥലം വിടും, അല്ലെങ്കിൽ ഞാൻ റെഡിയായാലും മനഃപൂർവ്വം ഇറങ്ങാൻ താമസിക്കും. വൈകിട്ടും ഇത് തന്നെ. എന്താ കാരണം? ഒറ്റയ്ക്ക് പോണം വരണം. അപ്പൊ മറ്റാരും അറിയില്ലല്ലോ രഹസ്യങ്ങള്. രഹസ്യം രഹസ്യം എന്ന് കാർത്തിക പറയുന്നു. എന്ത് രഹസ്യ? ഉദയേട്ടനോട് എങ്ങനെ ഞാനത് പറയേ? പക്ഷേ പറയാതിരിക്കാനും വയ്യ. കല്യാണത്തിന് മുമ്പ് നന്ദനയ്ക്കൊരു ലൈൻ ഉണ്ടായിരുന്ന കാര്യം കേട്ടതല്ലേ? അതുമായി ബന്ധപ്പെട്ട ചർച്ച നേരത്തെ കഴിഞ്ഞതാ. കാർത്തിക എന്നെ പറഞ്ഞത്. പിന്നെ അമ്മ പ്രതാപേട്ടനെ വിളിച്ചു വരുത്തി വിസ്താരവും നടത്തി. ശുദ്ധഗതിക്കാരായ അമ്മയുടെ ഉദയേട്ടന്റെയും പിന്നെ എന്റെ മനസ്സിന് ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയി. പക്ഷേ അതിനാസ്പദമായ ഇടപാട് തേഞ്ഞുമില്ല മാഞ്ഞുമില്ല. പകരം സജീവമായി ഇന്നും നിലനിൽക്കുന്നു. നന്ദനയുടെ മനസ്സിൽ ഇന്നും ആ പഴയ കാമുകനുണ്ട്. അവൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഉദയേട്ടാ. ഓഫീസിലും വന്നു. ഓഫീസിലോ? ആ, ഹരിപ്രസാദ് അതാ പേര്. ഞാൻ പിരിച്ചുവിടണമെന്ന് പറഞ്ഞ സജീവരാമനില്ലേ, നന്ദനയുടെ വിശ്വസ്തനായ മാനേജർ. അവനെ കൂട്ടുപിടിച്ച ഹരിപ്രസാദ് വന്നത്. ഉദ്യോഗസ്ഥനാ പോലും. ഇങ്ങോട്ട് സ്ഥലം മാറ്റിയിട്ട് വന്നതാണെന്ന് അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് കിട്ടിയ സ്ഥലം മാറ്റമല്ല, വാങ്ങിച്ച സ്ഥലം മാറ്റം. കഴിഞ്ഞ തവണ ഉദയന്നൂർ പോയിരുന്നില്ലേ നന്ദന? ഉദയേട്ടൻ വിദ്യേച്ചയും കൂടെ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് നാടകമെന്ന് പറഞ്ഞ് ഉദയേട്ടൻ എറണാകുളത്തേക്ക് പോയി. ആ തക്കത്തിന് നന്ദന എന്താ ചെയ്തെന്നറിയോ? വിദ്യേച്ചയും കൊണ്ട് പണ്ട് വളർന്ന നാട് കാണാൻ പോയി. നാടല്ല, ആ നാട്ടുകാരനായ പഴയ കളിത്തോഴനെ കാണാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. അതിന്റെ തുടർച്ചയാണ് അവന്റെ ഈ നാട്ടിലേക്കുള്ള വരവ്. അല്ലെങ്കിൽ ജോലിയുള്ള ഒരുത്തിന് താമസിക്കാൻ ഒരു വീട് കിട്ടാനാണോ പ്രയാസം? അല്ലെങ്കിൽ സർക്കാർ വക ക്വാർട്ടേഴ്സ് കാണുമല്ലോ. അതൊന്നും പോരാഞ്ഞിട്ട് അവൻ നന്ദനയുടെ ഓഫീസ് മാനേജറുടെ കെയർ ഓഫിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്നു. ചങ്ങാതിയെ കാണാനെന്ന വ്യാജേന ഓഫീസിലേക്ക് വരുന്നു. എല്ലാം അഡ്ജസ്റ്റ്മെന്റാ. അല്ലെങ്കിൽ സജീവിനെ കാണാൻ വന്നവൻ എന്തിനാ നന്ദനയുടെ ഓഫീസിൽ കയറുന്നത്? ഭാഗ്യത്തിനോ ഭാഗ്യദോഷത്തിനോ എന്റെ മുമ്പിൽ ഓൻ വന്നു പെട്ടു. താടി വളർത്തിയ ഒരു എലുമ്പൻ. ഇനി ആ താടി എടുത്തു കളയുമായിരിക്കും. നിരാശ കാമുകന്റെ റോള് തുടരേണ്ട കാര്യമില്ലല്ലോ. ആള് നല്ല വെള്ളമാണെന്ന് തോന്നുന്നു. ബൈക്കിൽ നിന്ന് വീണ് മുറിവും ചതവും ഒക്കെ ഉണ്ട് ഞാൻ കണ്ടപ്പോ. ഇനി അതും അടവാണോന്നറിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഉദയേട്ടനൊന്നും മിണ്ടിയില്ല. വിഷമിച്ചിട്ട് കാര്യമില്ല. ബുദ്ധിപൂർവ്വം നേരിടുക വേണ്ടത്. ആരെ നേരിടണമെന്നാ കാർത്തിക പറയുന്നത്? അതും ബുദ്ധിപൂർവം. അതുപോലെ ഞാൻ വിഷമിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞു? അല്ല, ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഏത് പുരുഷന്റെ മനസ്സാണ് പൊള്ളാത്തത്? ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് സൂചന ലഭിച്ചതാ. അന്ന് പോലും എന്നെ പൊള്ളിക്കാത്ത ഈ മാറ്റർ ഇനി ഇപ്പോഴാണോ പൊള്ളിക്കുന്നത്? പക്ഷേ അയാൾ ഇവിടെ തന്നെ വന്ന് ചേർന്നില്ലേ? അവര് തമ്മിൽ കണ്ടില്ലേ?
അതെങ്ങനെ തള്ളിക്കളയാൻ പാടുണ്ടോ? അയാൾ വന്നു, അവർ തമ്മിൽ കണ്ടു. അതിനപ്പുറം എന്താ? നന്ദന പഴയ ബന്ധം തുടരുന്നാണോ അതോ അയാളോടൊപ്പം ചേരുന്നാണോ? എങ്കിൽ എനിക്കൊരു ഡിവോഴ്സ് നോട്ടീസ് വരില്ലേ? അപ്പൊ ആലോചിക്കാം. എന്താ അതുപോലെ? ഒരു വിവരം അറിഞ്ഞപ്പോ അനിയന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു. ഇനി ഉദയേട്ടന്റെ ഇഷ്ടം. മാഡം, അതിനടുത്തുള്ള പേജിൽ കൂടി സൈൻ വേണം. ഓക്കെ. താങ്ക് യു മാഡം. സജീവ്, കൂട്ടുകാരൻ എങ്ങനെയുണ്ട്? ആക്സിഡന്റ് പറ്റിയ ഒരാളെ പരിചയപ്പെടുത്തി തന്നതല്ലേ, അപ്പൊ വിവരങ്ങൾ അന്വേഷിക്കണമല്ലോ. കാലിന്റെ പെയിൻ കുറവുണ്ട്, പക്ഷേ ജോലിക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് വെറുതെ ഇരുന്നും കിടന്നും ബോറടിക്കുക. വീട്ടിൽ നിന്ന് അമ്മ ആഹാരം ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ ഞാൻ പാഴ്സൽ വാങ്ങിക്കൊടുക്കും. ഓഫീസിൽ നിന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ വരാറുണ്ട്. എന്നാലും ഒറ്റയ്ക്കുള്ള ഇരിപ്പല്ലേ, വല്ലാത്ത മുഷ്ടില്ല. ഫുഡിന്റെ കാര്യത്തിൽ വാശിയൊന്നുമില്ല. എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂന്ന് അമ്മ പറയുന്നത്. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് ചോദിച്ചില്ലല്ലോ സജീവ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സജീവിന്റെ വീട് എവിടെയായിരുന്നു? പറഞ്ഞതാ ഞാൻ ഓർക്കുന്നില്ല. കുരിശ് കവലയ്ക്കടുത്താ. ജംഗ്ഷന്ന് വലത്തോട്ട് തിരിയുമ്പോ ആദ്യം കാണുന്ന ലെഫ്റ്റ്, 3ാമത്തെ വീടാ. ഞാൻ ജസ്റ്റ് ചോദിച്ചതാ, ഒന്ന് അറിഞ്ഞിരിക്കാലോ. അതിനെന്താ? ഓക്കെ മാഡം. ഓഫീസ് വിശേഷങ്ങളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. കേൾക്കാൻ താല്പര്യമില്ലാത്തോണ്ടാണ് പറയാത്തത്. എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ ഡെയിലി റിപ്പോർട്ട് കേൾക്കണ്ടെന്ന് വിലക്കും. അതൊരു കാരണമാക്കി എന്നൊന്നും അറിയിക്കണ്ടെന്ന് തീരുമാനമെടുത്തു നന്ദന. ഓണം കഴിഞ്ഞതിന്റെ ഒരു തണുപ്പിലാ മൊത്തത്തിൽ ബിസിനസ്. ടെക്സ്റ്റൈൽസിൽ ഇനി കച്ചവടം കിട്ടണമെങ്കിൽ 1-2 ആഴ്ച പിടിക്കും. കൺസ്ട്രക്ഷൻ വർക്കുകൾ ഈ ആഴ്ച തുടങ്ങും. ടൂറിസ്റ്റ് ഹോമിലാണെങ്കിൽ കുറെ മുറികൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഓണാവധി കഴിഞ്ഞതുകൊണ്ട് അവിടെ അധികം ആളില്ലെന്ന് പറയാം. ഇതൊക്കെയാണ് പ്രധാന വിശേഷങ്ങൾ. ഓഫീസിൽ ഗസ്റ്റുകൾ വരാറുണ്ടോ? ഓഫീസിലാരാ ഗസ്റ്റ്? മില്ലുകളുടെയും മറ്റു റെപ്രസെന്റേറ്റീവ്സ് വരുമെന്നല്ലാതെ. അയാൾ ഓഫീസിൽ വന്നിരുന്നോ? നന്ദന അയാൾ വീണ്ടും കണ്ടിരുന്നോ? ആരുടെ കാര്യ? അന്നൊരു ദിവസം ATM കൗണ്ടറിന് മുന്നിൽ വെച്ച് കണ്ടയാളെ. എന്താ കണ്ടില്ലേ? ചോദിച്ചത് ഏത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലായില്ല. ദുരുദ്ദേശത്തിലല്ല, ചോദ്യത്തിനുള്ള മറുപടിയാണ് എനിക്ക് കിട്ടേണ്ടത്. കണ്ടു. എവിടെ വെച്ച്? ഓഫീസിൽ വെച്ച്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അറിവോട് വന്നതല്ല. മാനേജർ സജീവിന്റെ ഫ്രണ്ടാ. സജീവ് ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞപ്പോ അത് ഇയാളായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. സ്ഥലമാറ്റമായി വന്നാന്നാ പറഞ്ഞത്. കൂടുതൽ വിശദീകരണം വേണ്ട.
എന്റെ ഭാഗം വ്യക്തമാക്കണ്ടേ? ഇനിയും കാണാൻ ഉദ്ദേശമുണ്ടോ? ഇതുവരെയില്ല. ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടുള്ളത്. ചിലപ്പോ ഇനിയും തമ്മി കണ്ടെന്ന് വരാം. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് അത് വേണ്ട. എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാം അറിയാം, പഴയതെല്ലാം. മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ ഇനി മാറ്റി എഴുതാൻ പറ്റൂ? ഇന്ന് ഞാൻ ആരാണെന്നും എവിടെയാ നിൽക്കുന്നതെന്നും നന്നായിട്ട് അറിയാം എനിക്ക്. അതുകൊണ്ട് പുതിയതായിട്ട് ഒന്നും എഴുതി ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭംഗി വാക്കുകൾ കേൾക്കാൻ ഒരു ഇമ്പമുണ്ട്. ഇങ്ങനെ വില കുറച്ച് കാണരുതെന്നെ. പരസ്പരം സ്വകാര്യതകളിൽ ഇടപെടരുതെന്ന് പറഞ്ഞത് ഭംഗിവാക്കായിരുന്നോ? അതോ സ്വന്തം കാര്യം വരുമ്പോ നിബന്ധനകൾ സൗകര്യപൂർവ്വം മറക്കാം എന്നാണോ? ഇത് വെറും സ്വകാര്യതയല്ല, എന്റെ അഭിമാനമാണ്, ഈ കുടുംബത്തിന്റെ അന്തസ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എങ്കിൽ എനിക്കും ഉണ്ട് കണ്ടീഷൻ. ഇനി ഒരു സ്ത്രീയും ഒരു കുട്ടിയും അന്വേഷിച്ചു വരാൻ പാടില്ല. ഇങ്ങോട്ട് തേടി വരുന്നത് മാത്രമല്ല, അവരോടൊപ്പം കാണുകയും ചെയ്യരുത്. ഇതും അഭിമാനത്തിന്റെ പ്രശ്നമോ? എന്റെയും ഈ കുടുംബത്തിന്റെയും അന്തസ്സിനെ ബാധിക്കുന്ന വിഷയം. വിലപേശുകയാണ് നന്ദന. അല്ല, എന്നെ വില കുറച്ച് കാണരുതെന്ന് ഓർമ്മിപ്പിച്ചതാ. റിക്വസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചാലും തരക്കേടില്ല. എന്റെ ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്തതായി ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മയെന്നുള്ള വിളിയുമായി ഒരു കുട്ടിയും എന്റെ അടുത്തേക്ക് ഓടി വരില്ല. നെഞ്ചത്ത് കൈവച്ച് എനിക്കത് പറയാം. പക്ഷേ പറയണ്ടല്ലോ ഞാൻ. കാർത്തിക വീണ്ടും മേഷനെയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ? അമ്മേ, നിക്ക്. നന്ദന ഓഫീസിൽ പോയി തുടങ്ങിയപ്പോ അതിനു പകരമായി യതീന്ദ്രനെ ചാക്കിട്ട് നീ ഓഫീസിലേക്ക് പോയി തുടങ്ങി. എന്നിട്ട് അവിടെ പരമാവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ജോലിക്കാരെ തമ്മി തെറ്റിക്കുക, ആത്മാർത്ഥതയുള്ള സ്റ്റാഫിനെ പുറത്താക്കുക, പോരാത്തതിന് മുഴുവൻ കണക്കുകളിലും പെശക്. പക്ഷെ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോ പുതിയ അടവ് പോയിട്ട് നോക്കുകയാണോ? ഒരിക്കൽ പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ കാര്യമല്ലേ. ഏതോ ഒരു പയ്യനുമായിട്ട് പണ്ട് നാട്ടിൽ വെച്ച് നന്ദനയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു പോലും. അത് പണ്ട് കഴിഞ്ഞ കാര്യമല്ലേ. പശുവും ചത്തും മോരിലെ പുളിയും പോയി. പിന്നെ ആ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്തിനാ? കാർത്തിക്ക് നന്ദനോട് എന്താ ഇത്ര വൈരാഗ്യം? നാത്തൂനൊന്നും അല്ലല്ലോ, ചേട്ടന്റെ അനിയന്റെയും ഭാര്യമാരല്ലേ. ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇനി ഇവിടെ വേണ്ട. ഞാൻ കാർത്തികയോടാ പറഞ്ഞത് വേണ്ടെന്ന്. കേട്ടല്ലോ? ഞാൻ കേട്ടു. എന്നാൽ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ അമ്മയ്ക്ക് മനസ്സുണ്ടാവണം. ശരി, എന്താന്ന് വെച്ചാ പറയേ, കേക്കട്ടെ. നന്ദനയോട് എനിക്ക് എന്താ വിരോധമെന്ന് അമ്മ ചോദിച്ചു. ഒരു വിരോധവും ഇല്ല. മുൻവൈരാഗ്യം ഉണ്ടാവാൻ എനിക്ക് നന്ദനെ നേരത്തെ പരിചയം പോലും ഇല്ല. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് ആദ്യം കാണുന്നത് തന്നെ. പിന്നെ എന്താ പ്രശ്നം? അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യത്തിലുണ്ട് പ്രശ്നം. എന്റെ ഭർത്താവ് യതിയേട്ടൻ, പുള്ളിയുടെ ചേട്ടനാണ് ഉദയേട്ടൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന ഏതൊരു കാര്യവും ഭർത്താവിന്റെ കുടുംബത്തെ ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് ഈ വീട് സ്വന്തം തറവാട് പോലെ തന്നെയാ. കുന്നത്തൂർ കോവിലകത്തിന് മാനക്കേട് വരുമെന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടായാൽ ഞാൻ മിണ്ടാതെ നിൽക്കണം, അതോ വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണോ? എന്ത് മാനക്കേടാ ഇവിടെ ഇപ്പൊ ഉണ്ടായത്? ഉണ്ടായില്ല, പക്ഷേ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു. അമ്മ പറഞ്ഞു പശുവും ചത്തു മോരിലെ പുളിയും പോയെന്ന്. അത് നമ്മുടെ തെറ്റിദ്ധാരണയാ. പശു ചത്തിട്ടുമില്ല, ഇപ്പോഴും മോരിന് പുളിയുണ്ട് താനും, നല്ല പുളി. അതുകൊണ്ടാ നന്ദനയുടെ പഴയ കാമുകൻ ഈ സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ വാങ്ങി വന്നിരിക്കുന്നത്. മുമ്പ് ഈ വിഷയം പ്രശ്നമാവാൻ തുടങ്ങിയപ്പോ എല്ലാരും കൂടി പ്രതിഭയെ ഏഷണിക്കാരിയാക്കാൻ ശ്രമിച്ചു. പ്രതിഭയ്ക്ക് മെന്റലായി തകരാറുണ്ടെന്ന് വരെ പ്രതാപേട്ടൻ പറഞ്ഞു. അതിന്റെ പിന്നിൽ
പ്രതാപേട്ടൻ എന്തെങ്കിലും ലക്ഷ്യം കാണും. പഴയ കഥ അവിടെ നിൽക്കട്ടെ. ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്ന് കാർത്തികയോട് ആരാ പറഞ്ഞേ? ഞാൻ നേരിട്ട് കണ്ടു. മറ്റെങ്ങും വെച്ചല്ല, അയാൾ നമ്മുടെ ഓഫീസിൽ വന്നു. ദേ കാർത്തികെ, വേണ്ടതിനും പറയരുത്. സത്യമാണമ്മ ഞാൻ പറയുന്നത്. ഓഫീസിൽ വന്നു, നന്ദനയെ കണ്ടു, സംസാരിച്ചു. എന്നെ കണ്ടപാടെ മുങ്ങുകയും ചെയ്തു. ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണെന്നും കൂടെ പറയാം. പുതിയ മാനേജർ സാർ സജീവ്. നമ്മൾ വലിയ പരിഷ്കാരിയൊന്നുമല്ല, ഫാഷൻ ഡിസൈനിങ്ങും മറ്റും പഠിച്ചിട്ടുമില്ല. പക്ഷേ പാരമ്പര്യമുള്ളൊരു കോവിലകത്താ ജനിച്ചതും വളർന്നതും. അച്ഛനാരാണെന്ന് ചോദിച്ചാൽ അന്തസ്സായി പറയാൻ ഒരു മേൽവിലാസമുണ്ട്. വളർത്തിയതും പഠിപ്പിച്ചതും ഒന്നും വഴിയെ പോയവരല്ല. എന്റെ അച്ഛനും അമ്മയും തന്നെയാ. അതൊക്കെ ഇപ്പൊ പറയുന്ന എന്തിനാ? വിഷമം കൊണ്ടാ. എന്റെ ആത്മാർത്ഥത ആരും ഇവിടെ തിരിച്ചറിയുന്നില്ല. ഒരിക്കൽ ഇതേ കാര്യം പറഞ്ഞപ്പോ അമ്മ എന്നെ കുറ്റപ്പെടുത്തി. മറ്റുള്ളവരെല്ലാം ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തി. അതുകൊണ്ട് ഇത്തവണ തെളിവ് സഹിത ആളിനെ കണ്ടപ്പോ ഞാൻ എന്താ ചെയ്തേന്നറിയോ? അമ്മയുടെ അടുത്തല്ല ഞാൻ ആദ്യം പറഞ്ഞത്. നേരെ ഉദയേട്ടനോടാ വിവരം പറഞ്ഞത്. എന്ത് വിവരം? ആ പയ്യനെ കണ്ടെന്ന് കാർത്തിക ഉദയനോട് ചെന്ന് പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ വെടിയായി. അങ്ങനെ ഒരു കാമുകൻ വീണ്ടും വന്നെങ്കിൽ തനിക്കുള്ള ഡിവോഴ്സ് നോട്ടീസ് വരട്ടെ എന്ന ഉദയേട്ടന്റെ പ്രതികരണം. നന്ദനയും ഹരിപ്രസാദുമായുള്ള റിലേഷൻ നാട്ടിൽ വെച്ച് കോളിളക്കം ഉണ്ടാക്കിയതാ. പിന്നീട് ഉദയന്നൂരിൽ വെച്ചും പ്രശ്നമുണ്ടായി. അമ്മാവന്മാരുടെ വിലക്ക് ലംഘിച്ച് നന്ദന അവനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റിലായിരുന്നു ഒളിച്ചോട്ടം. അതും രഘുവേട്ടന്റെ മറ്റും കണ്ണുവെട്ടിച്ച്. അങ്ങനെയുള്ളവനാ ഇപ്പൊ ഇവിടെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ, എന്താ പരിപാടിയെന്ന് ആർക്കറിയാം? പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഭർത്താവ് അങ്ങനെ, ഭർത്താവിന്റെ അമ്മ എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചാ മതി. ഹലോ. ആ വിദ്യേ, ഞാനാ. കുന്നത്തൂരുന്ന് വസുന്ധര. ഓ, അമ്മായിയോ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല അമ്മായി. അമ്മായി എന്തേ വിളിച്ചേ? ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. വളച്ചുകെട്ടില്ലാതെ ചോദിക്കാം. നന്ദനയുടെ കാര്യമാ, മറ്റൊന്നുമല്ല. വിദ്യയുടെ മോള് കല്യാണത്തിന് മുൻപ് ആരുമായിട്ടെങ്കിലും അടുപ്പമുണ്ടായിരുന്നോ? ഞാൻ ചിലത് അറിഞ്ഞിട്ടാ വിളിക്കുന്നത്. ഉദയന്റെ അമ്മയ്ക്ക് നന്ദനയുടെ അമ്മയോട് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് അറിയാലോ. പറ, ആ കുട്ടിക്ക് നേരത്തെ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നോ? അവക്ക് ഒരു പയ്യനെ ഇഷ്ടമായിരുന്നു അമ്മായി. അതിനപ്പുറം ഒന്നുമില്ല. എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യവാ. പക്ഷേ പ്രതാപേട്ടനും എന്റെ ആങ്ങളമാരും അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാ ഉദയനുമായിട്ടുള്ള വിവാഹം നടന്നത്. സ്നേഹിച്ച ആളുടെ കൂടെ നന്ദന നാടുവിട്ടു പോയെന്ന് പറയുന്നതോ? ആ കേട്ടതും സത്യമല്ലേ? അതേപ്പറ്റി എനിക്കറിയില്ല അമ്മായി. സത്യം, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ആരും പറഞ്ഞുണ്ടാക്കിയതാ. ശരി,
ഒരു വിവരം അറിഞ്ഞപ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതൊന്നുമില്ല. ആ ശരി വിദ്യേ. അല്ല, കാർത്തിക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി? ആര് പറഞ്ഞിട്ടാ കാര്യങ്ങൾ അറിഞ്ഞത്? എന്തിനാ അമ്മേ? എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കണം. എന്താ ഏതാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണമല്ലോ. അത് ബുദ്ധിമുട്ടമ്മേ. അതെന്താ? എന്തിനാ വല്ലവരെ ഇതിൽ പ്രതി ചേർക്കുന്നത്? തെറ്റ് അവരുടെ ഭാഗത്തല്ലല്ലോ. അമ്മ എന്തിനാ അവരെ ഇവരെ വിളിച്ച് അന്വേഷണം നടത്തുന്നത്? മറ്റാരോടുമല്ല, നന്ദനയുടെ അമ്മയുടെ അടുത്താ ഞാൻ സംസാരിച്ചത്. എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായത്? വിദ്യേച്ചി എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടില്ലെങ്കിലും അമ്മയുടെ മുഖത്തൊന്ന് എനിക്ക് ഊഹിച്ചെടുക്കാം എന്തായിരുന്നെന്ന്. ഇനി കൂടുതലായി എന്തെങ്കിലും അറിയാമെങ്കിലും വിദ്യേച്ചിക്ക് ഒരു പരിധി വിട്ട് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. സ്വന്തം മോളുടെ കാര്യമല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യൂ, പുറത്തുള്ള അന്വേഷണം നിർത്ത്. എന്നിട്ട് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിക്ക്. മറ്റാരോടും അല്ല, നന്ദനയോടും ഉദയേട്ടനോടും. അവർ രണ്ടുപേരോട് മാത്രം ചോദിച്ചാ മതി. Yeah.